നമസ്കാരം. ഒരു തെറ്റ് ഒരുപാട് കാലമൊന്നും മൂടിവെക്കാൻ പറ്റില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ലൈംഗിക ആരോപണത്തിൽ വെട്ടിലായ നടന്മാർ. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് മുകേഷ് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എന്നത് തന്നെയാണ്. നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതോടെ മുകേഷ് MLA രാഷ്ട്രീയ സിനിമാ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് വീഴുകയാണോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPI ഇതിനകം തന്നെ പരസ്യമായി രംഗത്തെത്തിക്കഴിഞ്ഞു. മുകേഷ് സ്ഥാനം രാജിവെക്കണമെന്ന് K അജിത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPI നേതാവ് ആനി രാജയും മുകേഷിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. എഴുത്തുകാരി സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ 100 സ്ത്രീപക്ഷ ചിന്തകർ ഒപ്പിട്ട പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ CPM മുകേഷിനെതിരായ നിലപാട് ശക്തമാക്കുകയായിരുന്നു. ആരോപണങ്ങൾ ഉയർന്ന ആദ്യഘട്ടത്തിൽ രാജിവെക്കേണ്ടെന്നായിരുന്നു CPM നിലപാട്. CPMനുള്ളിൽ നിന്നും മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ്. പീഡന ആരോപണം ഉയർന്നപ്പോൾ തന്നെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് പാർട്ടി മുകേഷിനോട് വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ കേസെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ കേസെടുത്താൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നും സൂചനകൾ നൽകിയിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിനാൽ അറസ്റ്റ് ഉണ്ടായേക്കും. MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ CPM തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അതിനു മുമ്പ് അറസ്റ്റ് ഉണ്ടായേക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അതിനിടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുകേഷ് പ്രതികരിക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം പ്രതികരിക്കുന്ന കാര്യം മുകേഷ് സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാകുന്നത്. മുകേഷിനെ സഹായിക്കുന്ന തരത്തിലോ ന്യായീകരിക്കുന്ന തരത്തിലോ ഒരു ഇടപെടലും ഉണ്ടാവരുതെന്ന് പാർട്ടി നേതൃത്വം നിലപാടെടുത്തിരുന്നു. പ്രത്യേകിച്ച് BJPയും UDFും മുകേഷിനെതിരെ ശക്തമായി രംഗത്ത് വന്ന സ്ഥിതിക്ക് നടിയുടെ വെളിപ്പെടുത്തൽ വരുന്നതിന് മുമ്പ് തന്നെ മുകേഷിനെതിരെ CPMൽ അമർഷം ശക്തമായിരുന്നു. ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീരെ മോശമാണെന്നതായിരുന്നു പ്രധാന വിമർശനം. മുകേഷ് CPM അംഗമല്ല. അതിനാൽ ആ നിലയിൽ പാർട്ടിക്ക് തിരുത്താനും കഴിഞ്ഞിരുന്നില്ല. 2016 തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചാണ് മുകേഷ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രനെതിരെ മത്സരിച്ചെങ്കിലും വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു. മുകേഷിന്റെ മുൻ ഭാര്യ സരിതയുടെ അഭിമുഖത്തിൽ ഗർഭിണിയായിരിക്കുന്ന വേളയിൽ പോലും അദ്ദേഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിരുന്ന ക്രൂര പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. പീഡനങ്ങളെല്ലാം അവർ എണ്ണി പറഞ്ഞിരുന്നു. മുകേഷിന്റെ അച്ഛൻ O മാധവൻ പറഞ്ഞതുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാതിരുന്നതെന്നും സരിത പറയുന്നുണ്ട്. ഇതും സോഷ്യൽ മീഡിയയിൽ മുകേഷിനെ കുരുക്കിലാക്കിയിട്ടുണ്ട്. ഇനി മുകേഷ് രാഷ്ട്രീയം വിടുമോ എന്നാണ് അറിയേണ്ടത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.